ഹലോ, നാളെ ജൂൺ 26 ഇക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഔട്ട്ഡോർ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്തായാലും മഴ ആയതുകൊണ്ട് പോസിബിൾ അല്ല. അങ്ങനെ ഞാൻ ഇൻഡോർ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ വീട്ടിലൊന്നൊക്കെ ഇറങ്ങി കുറച്ച് പോളറോയിഡ്സൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഇക്കുവിനൊരു ഷർട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, അതും കയറി മേടിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെ ഒറ്റ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വാൾ ഡ്രോയിങ് കണ്ടത്. അങ്ങനെ ഞാൻ കരുതി ആ ട്രീയിൽ തന്നെ കുറേ പോളറോയിഡ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റിബൺ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അത് കൊടുക്കാനായിട്ട് തുടങ്ങി. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു പെർഫെക്ഷനും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ റെഡിയാക്കി, ഹാപ്പി ബർത്ത്ഡേ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തു, പിന്നെ ബലൂൺസൊക്കെ സെറ്റാക്കി, അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി. സോ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ മാക്സിമം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ ലൈറ്റിൽ എനിക്കധികം പെർഫെക്ഷൻ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഒരു LED ലൈറ്റ് കൂടെ അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തു. കേക്ക് 2 days മുന്നേ തന്നെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് അതും പോയി എടുത്തു. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇക്കുവിനെ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം 1 മണി അടുപ്പിച്ചായി. അത്രയും നേരം കുറേ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ. പക്ഷേ ഇക്കുവിന് അറിയത്തില്ല ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തതും വീട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടികൾ ഉണ്ടെന്നും പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ പുള്ളി വന്ന് സർപ്രൈസായിട്ട് നോക്കി നിൽക്കുക, ഇതെന്താ സംഭവം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ നോക്കിയിട്ട് നിന്നത്. ഇക്കുവിൻ്റെ ഫേസിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഗിഫ്റ്റ് പാക്കറ്റ്സ് ഒക്കെ പൊട്ടിച്ച് നോക്കി, ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. ആൾക്ക് എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നിന്നു. എനിക്ക് റൂം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത് എന്തൊക്കെയാണ് എന്നുള്ള രീതിക്ക്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഒരുപാട് ഹാപ്പിയായി. കാര്യം ഇക്കുവിൻ്റെ ഫേസിലുള്ള സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സെലിബ്രേഷൻ കൂടെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.